ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞങ്ങൾ സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ. അങ്ങനെ റാഹത്തായി പോകുന്നു. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ ഏകദേശം തുടങ്ങാറായിട്ടുണ്ടല്ലേ. ഇത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ നോമ്പ് തുടങ്ങാനായിട്ട്. അങ്ങനെ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങൾ ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പച്ചരി കിട്ടിയിട്ടില്ല, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പൊടി മേടിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഗോതമ്പ്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ, 1 കിലോ കൂടെ ഉള്ളൂ തോന്നുന്നുണ്ട് ഗോതമ്പ് പൊടി. അത് ഞാനിവിടുത്തെ ഒരു ചേച്ചീനോട് പറഞ്ഞിട്ട് ആ ചേച്ചി കൊണ്ട് തന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടിയും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എന്തായാലും കഴുകി പൊടിപ്പിക്കാം. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് 2-3 ആൾക്കാർക്ക് നാരെന്നൊക്കെ കിട്ടുകയെന്നറിയില്ല. നമുക്ക് ഗോതമ്പ് പൊടി, അരിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ റവ, മൈദ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആവശ്യം. റവയും മൈദയൊക്കെ പിന്നെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം. എന്തായാലും ഗോതമ്പൊക്കെ നമ്മൾ ഇതേപോലെ പൊടിപ്പിച്ച് വെച്ചാൽ തന്നെ കാര്യമുള്ളൂ കേട്ടോ, അല്ലാണ്ട് നമ്മൾ ലൂസൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നഷ്ടമാണത്. അപ്പോൾ എന്തായാലും അങ്ങനെ 1 കിലോ ഗോതമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ചൊക്കെ അധികം നോക്കിയപ്പോൾ കല്ലും അങ്ങനത്തെ കട്ടകളൊന്നും ഇല്ല കേട്ടോ. സാധാരണ അങ്ങനെ ഗോതമ്പിൽ കല്ലും കട്ടയൊക്കെ കാണാറുണ്ട്, ഇതിപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്നിങ്ങനെ ചേറി കൊടുക്കുക. അറിയൊന്നുമില്ല കേട്ടോ, ഇത് കണ്ടിട്ട് ആരും എന്നെ കളിയാക്കണ്ട, എനിക്ക് അറിയൊന്നുമില്ല. അറിയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പാറ്റിയെടുക്കുകയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന്. അപ്പം അങ്ങനെ അതെ ഞാൻ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാത്തൂസ് ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ആക്കുന്ന ടൈമിൽ നാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. അങ്ങനെ പാറ്റിയെടുക്കുന്ന ടൈമിൽ പൊടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പാത്തൂസിനെ ഞാൻ അങ്ങോട്ട് മാറ്റി നിർത്തിയത് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചപ്പോഴേക്കും ആൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഇതൊന്ന് കഴുകിയെടുക്കുക വെച്ചോ. നല്ലപോലെ തന്നെ ഒരു 3-4-5 പ്രാവശ്യം അങ്ങോട്ട് കഴുകിയിട്ട് വേണം അതൊന്ന് ഉണക്കാനിടാനായിട്ട് കേട്ടോ. അപ്പം ഞാനത് കുറച്ച് വെള്ളം ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്, പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി വെള്ളം നിൽക്കുമ്പോഴേക്കും ഇതങ്ങോട്ട് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള പണിയൊക്കെ അങ്ങോട്ട് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടോ. അപ്പോൾ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം ഈവനിങ് ആയപ്പോൾ ഒരു സ്നാക്സും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാത്രമേ കാണിക്കുന്നു, ചോറ് വെക്കുന്നോ കറി വെക്കുന്നോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. എന്നും നമ്മുടെ ചട്ടിയും കാലൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ചിലർക്കെങ്കിലൊക്കെ വെറുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നും വിളിക്ക് ഇതൊക്കെയാണോ കാണിക്കാനുള്ളതെന്ന്. നമ്മുടെ പുറത്തെ നാടൻ വീട്ടമ്മമാർക്ക് ഇതൊക്കെ തന്നെ കാണിക്കാനുള്ളത്, വേറെ വിശേഷങ്ങളൊന്നും കാണിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്കൊക്കെ ഭയങ്കരമായിട്ട്, ലൈക്കും കമൻറ്റൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറവായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ലൈക്കും കമൻറ്റൊക്കെ വന്നിരുന്നു, ഇപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കമൻറ്റൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങളവിടെ വീഡിയോയ്ക്ക് അനുയോജ്യമായൊരു കമൻറ്റ് കേട്ടോ എന്തായാലും ഒന്ന് രേഖപ്പെടുത്തണം. അങ്ങനെ ഞാനിത് 2-3-4 പ്രാവശ്യം അങ്ങോട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. പാത്തൂസാണെങ്കിൽ എൻ്റെ പുറകെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അങ്ങനെ ദേ മൊത്തത്തിൽ അങ്ങോട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ഒക്കെ കൂടി അരിപ്പക്കലത്തിലേക്ക് ഒന്ന് വാരി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിത് എന്തായാലും കഴുകി ഉണക്കി തന്നെ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതേപോലെ ഒന്ന് ഉണക്കി എടുത്തിട്ട് അതും കൂടി ഒന്ന് പൊടിപ്പിച്ചെടുക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതങ്ങോട്ട് ഞാൻ കഴുകി അവിടെ വാര വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വരട്ടെ, അപ്പോഴേക്കും ഞാൻ ഇവിടെ ഒന്ന് അടിച്ചു വാരി എടുക്കട്ടെ വെച്ചിട്ടോ. അപ്പോൾ ആളിത് തുടയ്ക്കാൻ കോലൊക്കെ എടുത്ത് നടക്കണ്ട. അപ്പം പറഞ്ഞാൽ തുടയ്ക്കൊന്നും വേണ്ട, ഇപ്പോൾ നീ ഒന്ന് അങ്ങോട്ട് മാറി നിന്നാൽ മതി, ഞാൻ അവിടെ ഒന്ന് അടിച്ച് വാരട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ ആ ശരിയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് വേഗം അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ അപ്പോഴേക്കും വെള്ളം ഒന്ന് ഊറി വരുമല്ലോ അതിലത്തെ ഗോതമ്പിലത്തെ. അപ്പോൾ അതൊന്ന് കൊണ്ടിട്ട് നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 9:30-10 മണിയൊക്കെ, 9:30 പോരാ കേട്ടോ, 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സുഡാപ്പിനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാനത് കാണിക്കുന്നത്. അപ്പോൾ ഇത് തിങ്കളാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്ത് എപ്പോഴാണ് അപ്ലോഡിങ് ആവുകയെന്ന് എനിക്കറിയില്ല. ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഇത് നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഉണക്കാനായിട്ട് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മറ്റേ ഡ്രസ്സിൻ്റെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട് മഞ്ഞളൊക്കെ ഉണക്കാനായിട്ട്. അപ്പോൾ ഇതെന്തായാലും അങ്ങനെ മടക്കി വെച്ചതാണ്, നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണക്കി എടുക്കാമല്ലോ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു, വലുത് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് മോൻ്റെ ഫിഷ് ടാങ്കുമ്പോൾ ഇടാനായിട്ട് മുറിച്ചെടുത്തതായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഞാനിങ്ങനെ ഇവിടെ മുറിച്ച് മാറ്റി വെച്ച് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുണിയൊക്കെ വിരിച്ചിട്ട് അതിൽ ഗോതമ്പ് ഇടാലോ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ പാത്തൂസ് അതിൻ്റെ മുകളിൽ കൂടെ കയറി ഓടിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ മണ്ണൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ നനഞ്ഞതൊന്നും അല്ലല്ലോ. പിന്നെ ഞാനിതേ അങ്ങനെ ഗോതമ്പ് ഉണക്കാനായിട്ട് അങ്ങനെ കൊണ്ടുവന്നിടുകയാണ് കേട്ടോ.
അപ്പോൾ മണ്ണാവുമോ എന്നുള്ളൊരു പേടിയുണ്ടാകും. കാരണം ഞാൻ പാത്തൂസിനോട് പറയേണ്ടത് നീങ്ങി നിൽക്ക് മണ്ണ് ഇതിലേക്ക് ആവേണ്ട, ഇപ്പം നനഞ്ഞിരിക്കണ ഇതല്ലേ. അപ്പോൾ ഇവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചും പൊടിമണ്ണും മെറ്റലൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ തരി മെറ്റലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോൾ അവളവിടെ നിന്നു കേട്ടോ. പിന്നെ നല്ല വെയിലുണ്ട്, ഒന്ന് അകത്തേക്ക് പോകാൻ ഞാൻ ഇതിട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആൾ സമ്മതിക്കണില്ല, എൻ്റെ പുറകെ നടക്കാൻ കേട്ടോ. പിന്നെ എന്തായാലും ഇത് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അകത്തേക്ക് കയറാമല്ലോ വെച്ചിട്ട് പിന്നെ നമുക്കിത് വൈകുന്നേരം എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ വേറൊരു വാതിൽ, പഴയ വാതിൽ പൊട്ടിയതുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ഇങ്ങനെ നമ്മളിങ്ങോട്ട് കടക്കണ വഴിയില്ല അവിടേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പട്ടികളോ പൂച്ചയോ ഒന്നും കയറണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതും കൂടി അവിടെ എടുത്ത് വെച്ചിട്ടിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ അങ്ങനെ അകത്തേക്ക് കയറി പോകുന്നത്. പിന്നെ അതേ കുറച്ച് എന്താ പറയുക വെള്ളം പിടിക്കാനുണ്ട് കേട്ടോ, കുടിക്കാനായിട്ട്. അപ്പോൾ ഈ പൈപ്പിൽ നിന്നാണ് ഇത് ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. അപ്പോൾ മുകളിലത്തെ ടാങ്കിൽ നിന്ന് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, എന്നാലും അത് കഴുകിയതിന് ശേഷം ഉപയോഗിക്കാമല്ലോ വെച്ചിട്ട്. വെള്ളം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം. ടാങ്ക് ഇപ്പോൾ അടുത്ത് കഴുകിയത് തന്നെയാണ്. പക്ഷെ ഞാൻ വെള്ളം വരുന്ന ടൈമിൽ ഇങ്ങനെ പിടിച്ച് വെക്കും കേട്ടോ. ടാങ്കിൽ മുകളിൽ അഴുക്കോ അങ്ങനെ കരട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിലത്തെ വെള്ളമാകുമ്പോൾ അതങ്ങോട്ട് ഊറുമ്പോൾ അതിൽ കരട് ഇങ്ങനെ ഒരു ചെറിയൊരു പൂപ്പൽ പോലെ, പൂപ്പലല്ല എന്താ അതിന് എന്താ പറയാന്ന് എനിക്ക് പേര് കിട്ടണില്ല കേട്ടോ. അങ്ങനെ ഒരു സാധനം അതിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം പിടിക്കുമ്പോൾ ഒന്നും അങ്ങനെ വരാറൊന്നുമില്ല, അത് ടാങ്കിൻ്റെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞ് നിൽക്കുക ചെയ്യുക കേട്ടോ. പിന്നെ കുറേ കഴിയുമ്പോൾ ഞാൻ അങ്ങനെ കഴുകിയെടുക്കാറാണ്, ആരെങ്കിലും കയറ്റിയിട്ട് ടാങ്ക് അങ്ങനെ കഴുകിക്കാറാണ് കേട്ടോ പതിവ്. ഇപ്പോൾ കുറച്ച് ദിവസമായി കഴുകിയിട്ട്. അപ്പോൾ എന്നാലും അതിൽ നിന്ന് എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അരി കഴുകാനായിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഈ പൈപ്പിൽ വരുന്ന ടൈമിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലും കറിയിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കൈയോടെ ഞാൻ പിടിച്ച് വെക്കാറുണ്ട് കേട്ടോ കുറച്ച് വെള്ളം. അങ്ങനെ കലമൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് ബക്കറ്റിൽ അവിടെ പിടിച്ച്, വലിയൊരു ബക്കറ്റ് ഉണ്ട്, അപ്പോൾ അതിൽ കൊണ്ടുവന്ന് ഒഴിക്കാറാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ വെള്ളം കഴിയാറായിട്ടുണ്ട്. പൈപ്പിലത്തെ വെള്ളത്തിന് കുറച്ച് കഴിയുമ്പോൾ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കൈയോടെ തന്നെ വേഗം ഇതാക്കി. പിന്നെ അതേ നമ്മുടെ അടുപ്പിൻ്റെ ഭാഗത്ത് എത്രയ്ക്ക് പോന്നിട്ട് 3 കട്ടയായിരുന്നു കേട്ടോ ആകെ ഉണ്ടായിരുന്ന, 3 അടി കട്ടയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് 2 അടിയും കൂടി കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പണികൾ നോമ്പ് തുടങ്ങുമ്പോഴേക്കും എന്തായാലും ഇൻഷാ അല്ലാഹ് നോമ്പ് തുടങ്ങുമ്പോഴേക്കും ആ പണി അങ്ങോട്ട് തീർക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയൊക്കെ നിറച്ച് പിന്നെ കുടിക്കാനുള്ള വെള്ളം ഞാൻ കുറച്ച് ഗ്യാസ് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കലത്തിലാണ് വെള്ളം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ വെക്കേണ്ടി വരുള്ളൂ കേട്ടോ. പിന്നെ ഈ പാത്രങ്ങൾ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ പാത്രങ്ങളൊന്നും ഞാനിപ്പോൾ നനച്ചുളി ചെയ്ത സമയത്ത് അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ നമ്മളിതൊന്ന് കഴുകി വെറുതെ ജസ്റ്റ് കഴുകിയാൽ മതി. പുതിയതാണെങ്കിലും നമ്മളിപ്പോൾ അത് എങ്ങനെയുള്ളതെന്നൊന്നും അറിയില്ലല്ലോ നമ്മൾ മേടിച്ചിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിതൊന്ന് വെറുതെ സോപ്പ് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഉള്ളും അതുപോലെ തന്നെ സ്പൂൺ അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് വെയിലത്ത് അങ്ങോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ അതങ്ങോട്ട് ഉണങ്ങി കിട്ടുമല്ലോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ പാത്തൂസ് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തരുമോ കളിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഉണങ്ങട്ടെ, എന്നിട്ട് ഞാൻ സ്പൂൺ മണ്ണൊന്നും വാരി കളിക്കുമോ അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. വെറുതെ സ്പൂൺ ഇട്ടിട്ട് അവൾക്ക് ഇങ്ങനെ കുലുക്കി നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും ഉണങ്ങട്ടെ. ഇനിയിപ്പോൾ നീ ഇത് അങ്ങനെ എടുത്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തൊക്കെ വെള്ളമാവും, ഒന്ന് ഉണങ്ങിയതിന് ശേഷം തരാമെന്നും പറഞ്ഞിട്ട് ഞാനങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ അതെന്തായാലും പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്, അതിന് പറ്റിയ സ്പൂണൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഇങ്ങനെ ഒരേപോലത്തെ പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കണതൊക്കെ. നമ്മൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ കടയുണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് ഇങ്ങനെ മിഠായിയുടെയൊക്കെ ചെപ്പുകൾ ഇങ്ങനെ കിട്ടുമ്പോൾ അതിലൊക്കെയാണ് കേട്ടോ ഞാൻ ഇവിടെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഒരാഗ്രഹം, ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഒരാഗ്രഹം കേട്ടോ. നമുക്ക് നടക്കണമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അധികം പൈസയൊന്നുമില്ല, നമ്മളങ്ങോട്ട് താങ്ങുമെന്ന് മനസ്സിലായപ്പോൾ മേടിച്ചതാണ് കേട്ടോ. താങ്ങാൻ പറ്റുന്നതല്ലേ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതേ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് വെള്ളമൊക്കെ ഒന്ന് അങ്ങോട്ട് പൊക്കോളും. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഇത് സ്പൂൺ കേട്ടോ, സ്പൂണും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്തൂസ് അതിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അത് എടുക്കാനായിട്ട്. നമ്മൾ കുറച്ച് കഴിയട്ടേന്ന്. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഒരു ഈവനിങ് ആണ്. അപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കണം വെച്ചാൽ ഞാൻ എപ്പോഴും ചിക്കൻ മേടിക്കുന്ന ടൈമിൽ ഇതേപോലത്തെ 2-3 പീസ് എടുത്ത് വയ്ക്കും കേട്ടോ. ചിക്കൻ നല്ല മാംസം മാത്രമേ ഇല്ലാത്ത മാംസമായിട്ടുള്ള പീസ്. അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 2 വിസിലടിച്ചെടുത്തതാണ് കേട്ടോ. നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ വേറെ ആയിട്ട് ഇങ്ങനെ ചിക്കൻ കിട്ടും കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പക്കവടയാണ് കേട്ടോ, ചിക്കൻ വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കണം നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചിക്കൻ്റെ ഇതൊന്ന് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി അതിലേക്ക് ഞാൻ വലിയൊരു സബോളാണ് എടുത്തിട്ടുള്ളത്. ആ സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതും, കുറച്ച് കറിവേപ്പില, പിന്നെ ഇതൊരു 4 ടേബിൾ സ്പൂണ് കടലമാവും, 1 ടീസ്പൂൺ അരിപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മക്കളൊക്കെ ഉള്ള കാരണം കൊണ്ടാകും മുളക് ഇങ്ങനെ പെറുക്കി കളയാനേ ടൈം ഉണ്ടാവുള്ളൂ. പിന്നെ പാത്തൂസൊന്നും അങ്ങനെ കഴിക്കൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് എരിവും ഉണ്ടാവും, എന്നാൽ മക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. അധികം ലൂസാകാനും പാടില്ല, അധികം കട്ടിയാകാനും പാടില്ല. ആ രീതിയിൽ വേണം കേട്ടോ നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മേടിക്കുന്ന ടൈമിൽ ഇതേപോലെ കുറച്ച് 2 പീസൊക്കെ ചിക്കൻ മതിയാവും. ഇങ്ങനെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ സ്കൂളിൽ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ ഞാൻ ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് നമ്മളിങ്ങനെ ഇടുന്ന ടൈമിൽ ഇതെങ്ങനെ വരണം, ആ രീതിയിലാണ് കേട്ടോ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോഴേക്ക് ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചായ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മോനെ കൊണ്ടുവരാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്നതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വന്നതിന് ശേഷം അവർക്ക് ഓരോ ഗ്ലാസ് ചായ കൊടുത്തു. അതിൻ്റെ ശേഷം അപ്പോൾ ഞാൻ ചൂടോടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സുഡാപ്പീനെ കൊണ്ടുവന്ന് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ദിലു വരിക. 4:30 ആവും ദിലു എത്തുമ്പോൾ, മൂത്താൾ വരുമ്പോൾ കേട്ടോ. അപ്പോഴേക്കും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കും ചെയ്യുക, ചൂടോടെ കഴിക്കാമെന്ന് വെച്ചിട്ട്. അല്ലെങ്കിൽ ദിലു വരുമ്പോഴേക്കും അതങ്ങോട്ട് ചൂടാറും. അപ്പോൾ ആ ടൈമിലേക്കാണ് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ അവർക്ക് ബിസ്ക്കറ്റും ചായ ആദ്യം കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇരുന്നത് കേട്ടോ. അങ്ങനെ പക്കവടയൊക്കെ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ എന്താ പറയുക ഈസ്റ്റ് ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ഞാനിവിടെ ഇല്ല, ഞാനങ്ങനെ ചേർക്കാറില്ല കേട്ടോ. ചിലവരെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പക്കവട ഉണ്ടാക്കുന്നതിൽ ഈസ്റ്റൊക്കെ ചേർക്കുന്നത്. പക്ഷെ അതൊന്ന് കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് അത്ര നല്ലല്ലോ, കാരണം കൊണ്ട് ഞാൻ ഈസ്റ്റ് ചേർത്തിട്ടില്ല കേട്ടോ. എന്നാൽ തന്നെ നല്ലപോലെ തന്നെ വീർത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ട് പക്കവട. നല്ല എന്താ പറയുക, പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നത്. ആ ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനത്തെ പക്കവടയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ തീ അങ്ങോട്ട് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാവ് ഉള്ളിലത്തെ വെന്തിട്ടുണ്ടാവില്ല, എന്നാൽ പുറം കരിഞ്ഞും പോകും കേട്ടോ. അപ്പം അങ്ങനെ ആക്കരുത്. ഒരു മീഡിയം നല്ല ചൂടായതിൻ്റെ ശേഷം പിന്നെ മീഡിയം തീയിലേക്ക് ആക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതും ഞാൻ അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ദിലു സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ആൾക്ക് സന്തോഷമായി. അപ്പോൾ ഞാൻ ഒരെണ്ണം ആൾക്ക് എടുത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പൊട്ടിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഉള്ളൊക്കെ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്, മാവൊന്നും അങ്ങനെ നിൽക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പക്കവടയൊക്കെ ഏകദേശം ഇത് റെഡിയാകാറായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ സോസ് കേട്ടോ, തക്കാളി സോസ് ഇരിക്കുന്നുണ്ട്. അതിവിടെ ഫ്രിഡ്ജിൽ സ്റ്റോക്കാണ് കേട്ടോ. ഇപ്പോൾ പാത്തൂസിന് തുടങ്ങിയിട്ടുള്ളൊരു സോക്കടാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ കൂടിയും സോസ് കഴിക്കല്. അങ്ങനെ ഒരു കുപ്പി സോസോടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കാമല്ലോ വിചാരിക്കുന്നത്. അങ്ങനെ പക്കവടയൊക്കെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ പക്കവട ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.